ഹലോ, വെൽക്കം ടു ഹെസാസ് വേൾഡ്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയാൻ മറക്കരുത് കേട്ടോ. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പറമ്പിലോട്ട് പോവുകയാണ് ചെയ്തത്. കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊട്ടിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്നിട്ട് തന്നെ ഉണങ്ങിപ്പോവും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് ഉണക്കാൻ വെക്കണം. അധികമൊന്നും ഉണ്ടായിട്ടില്ല, ആകെ ഒരു തൈയാണ് അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലാണ് കായ്ച്ചിട്ടുള്ളത്. അത് കായ്ച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലോട്ടൊന്നും അധികം പോയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്ന ഹൈറ്റിൽ തന്നെയാണ് അത് വളർന്നിട്ടുണ്ടായിരുന്നത്. കുരുമുളക് പൊട്ടിച്ചതിന് ശേഷമാണ് മോള് അവളുടെ ബേബിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവൾ പറയുന്നുണ്ട് മുളക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് കുരുമുളകാണെന്ന്. അവൾക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ സൂപ്പറാണെന്നൊക്കെ പറയുകയാണ് അവൾ. അപ്പോൾ പൊട്ടിച്ച കുരുമുളക് നേരെ വെയിലത്ത് കൊണ്ടുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് അത് ഓരോന്നായിട്ട് അതിന് മുന്നേ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. വീടിൻ്റെ പിൻവശത്തായിട്ട് ഒരു വാഴത്തായി താഴെ വീണിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അതിന് മുകളിൽ തന്നെ പഴക്കൊല ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ പഴങ്ങളൊക്കെ കുറച്ച് പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ കോഴികളും പ്രാവുകളൊക്കെ വന്നിട്ട് 2-3 പഴങ്ങളൊക്കെ അതിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊത്തിയ പഴങ്ങളൊക്കെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. വാഴക്കൊലയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അടുത്ത് ഉണ്ണിത്തണ്ട് എടുക്കാനുണ്ട്. ഉണ്ണിത്തണ്ടിൻ്റെ ഉപ്പേരി എല്ലാവർക്കും തന്നെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഉണ്ണിത്തണ്ടും കൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മ അതെടുക്കേണ്ട തിരക്കിലാണ്. പുറമുള്ള കുറേ പോളകളൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ താരമായിട്ടുള്ള ഉണ്ണിത്തണ്ട് പുറത്ത് വരുന്നത്. എല്ലാ പോളകളും മാറ്റിയതിന് ശേഷം ഉണ്ണിത്തണ്ടിൻ്റെ സൈസ് നോക്കുമ്പോൾ ചെറുതായിരിക്കും. ഏകദേശം ഇതേപോലെ ഇരിക്കും. ഈ ഒരു ഉണ്ണിത്തണ്ടിന് അധികം സൈസൊന്നും ഉണ്ടായിരുന്നില്ല. തൊടുമ്പത്തിന് പൊട്ടുന്നൊരു ടൈപ്പായിരുന്നു ഉണ്ണിത്തണ്ട്. പിന്നെ മോൾക്ക് കിട്ടി നോക്കുമ്പോൾ അതൊരു വടിയായിട്ടാണ് അവൾ പിടിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. അവൾക്കറിയില്ല ഇത് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് വടി കുത്തി നടക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വാഴക്കുല നേരെ വീട്ടിലോട്ട് കെട്ടി തൂക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കെട്ടി തൂക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ ചെയ്യാണ്ട് നല്ലപോലെ കെട്ടും. പിന്നെ ആവശ്യത്തിന് ഓരോന്നായിട്ട് എടുത്താലും മതി. അപ്പോൾ പുറത്തുള്ള പരിപാടിക്ക് ശേഷം നേരെ കിച്ചണിൽ കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇനി ഉപ്പേരിയുടെ പരിപാടികളാണ്. ഇന്ന് ഉണ്ണിത്തണ്ട് കിട്ടിയത് കൊണ്ട് തന്നെ ഫ്രഷായിട്ട് തന്നെ ഉണ്ണിത്തണ്ട് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാനാണ് പ്ലാന്. ഞങ്ങളിവിടെ ഉണ്ണിത്തണ്ട് ഉപ്പേരി വെക്കുമ്പോൾ ഉണക്കപ്പയറും കൂടി പെട്ടെന്നാണ് ഉണ്ണിത്തണ്ട് ഉപ്പേരി വെച്ചാലോ എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഉണക്കപ്പയറൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉണക്കപ്പയർ തിളച്ച വെള്ളത്തിലിട്ട് വെച്ച് മൂടി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിന് ശേഷം ഉണ്ണിത്തണ്ട് ഓരോന്നായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഈ ഉണ്ണിത്തണ്ട് കട്ട് ചെയ്യാറുള്ളത്. മുൻപൊക്കെ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓരോന്നിൻ്റെയും നൂല് കളഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്യാറിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നീളത്തിൽ അരിഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നേരെ വെള്ളത്തിലേക്കാണ്. എന്തെങ്കിലും വടി ഉപയോഗിച്ച് അതിലത്തെ നൂലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് തൂമിക്കാനാണ് വേണ്ടത്. അപ്പോൾ അതിലോട്ട് ചെറിയ ഉള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ തൂളി കളയുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അയില മീനാണ്. അപ്പോൾ അതെല്ലാം നന്നാക്കിയതിന് ശേഷം നന്നായി ക്ലീൻ ചെയ്ത് എന്നിട്ട് അതിന് ശേഷം മസാല പരട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊക്കെ കുതിർന്നിട്ടുണ്ട് ഉണക്കപ്പയർ. അപ്പോൾ അത് നേരെ കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് നേരെ വിസിലടിപ്പിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. മീനിൽ നന്നായി മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നേരെ ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്.
അപ്പോൾ മറ്റേ സൈഡിൽ ഉണക്കപ്പയർ ഒരു വിസിലടിച്ചിട്ടുണ്ട്. 2 വിസിലടിച്ചതിന് ശേഷം നേരെ ഓഫാക്കിയതിന് ശേഷം ഉണ്ണിത്തണ്ട് കട്ട് ചെയ്ത് വെച്ചത് അതിലോട്ട് ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. ഉണ്ണിത്തണ്ട് ചേർത്തതിന് ശേഷം ഒരു വിസിലടിച്ചാൽ മതി. ഉണ്ണിത്തണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ നമ്മളുടെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഉപ്പേരി തൂമിക്കലാണ്. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളി ഉണക്കമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ തന്നെ കടുകും പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളി ഉണക്കമുളകും കറിവേപ്പില ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തൂമിക്കുന്നതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കുറവായതുകൊണ്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒക്കെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്തതിന് ശേഷം കുറച്ച് മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം മൂത്തതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ഉണ്ണിത്തണ്ട് അതേപോലെ തന്നെ ഉണക്കപ്പയറും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പും അതേപോലെ തന്നെ എരിവൊക്കെ വേണം ഉപ്പേരിക്ക്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മളുടെ ഉച്ചക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിന് വേണ്ടി ഇത്രയും ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കറിയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. രാവിലത്തെ കുറച്ച് ചെറുപയർ കറി അതേപോലെ തന്നെ തക്കാളി ചമ്മന്തി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോയും കാണുന്നവരേക്കും ടാറ്റ, ബൈ.